പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ടി.എം. ഗോപിനാഥപിള്ളി. ഒരു മാമ്പഴ കാലം കൂടി കേരളത്തിൽ വരികയാണ്. മാമ്പഴം അതുപോലെ തന്നെ ചക്കപ്പഴം അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ടും മലയാളികളായ നമുക്ക് എല്ലാവർക്കും വളരെയധികം സ്വാദിഷ്ടമായ പഴങ്ങളാണ്. പക്ഷെ കേരളത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു പ്രമേഹ രോഗിയെങ്കിലും ഇല്ലാത്ത വീടുകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇല്ല എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഈ പ്രമേഹ രോഗികൾക്ക് മാമ്പഴം കാണുമ്പോഴും അല്ലെങ്കിൽ ചക്കപ്പഴം കാണുമ്പോഴും ഒക്കെ കഴിക്കാൻ അവരുടെ മനസ്സിലൊരു തോന്നലുണ്ടാവും. അവർക്ക് മാമ്പഴം കഴിക്കാവോ, ചക്കപ്പഴം കഴിക്കാവോ, അല്ലെങ്കിൽ മറ്റു പഴങ്ങൾ കഴിക്കാമോ? ഈ പഴങ്ങൾ പൊതുവെ പ്രമേഹ രോഗികൾക്ക് നിഷിദ്ധമാണോ? അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുമെങ്കിൽ ഏതെല്ലാം പഴങ്ങളാണ് അവർക്ക് കഴിക്കാൻ പറ്റുന്നത്? അത് എത്ര അളവിൽ കഴിക്കാം, എപ്പോൾ കഴിക്കണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്തിരിക്കുന്നത്. എൻ്റെ തന്നെ ഒരു വീഡിയോയിൽ ഏതാണ്ട് 2 കൊല്ലം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒന്നാണ് പ്രമേഹ രോഗികൾക്ക് പഴം കഴിക്കാമോ അല്ലെ ഏതെല്ലാം പഴം കഴിക്കാം എന്നതിനെ പറ്റി. പക്ഷേ ഇന്ന് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. വളരെ റീസെന്റ് ആയിട്ടുള്ള ചില ഗവേഷണങ്ങളുടെ ഫലമായിട്ട് ഈ മാമ്പഴവും അല്ലെങ്കിൽ ചക്കപ്പഴവും ഒക്കെ വളരെ മിതമായ അളവിൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രമേഹ രോഗികൾക്ക് പഴം കഴിക്കാവോ എന്നതിനെ പറ്റിയുള്ള ഒരു ചർച്ചയാകാം. ഈ പ്രമേഹ രോഗികൾക്ക് പഴം കഴിക്കണം എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. അതുപോലെ തന്നെ ഡയബറ്റോളജിസ്റ്റും ഡോക്ടർമാരും പറയുന്നത് പ്രമേഹ രോഗികൾക്ക് പഴം കഴിക്കാം എന്നാണ്. പ്രമേഹ രോഗികളോട് പഴം കഴിക്കാൻ പറഞ്ഞാലും പല പ്രമേഹ രോഗികളും പഴം കഴിക്കാറില്ല. കാരണം അവർക്കറിയാം അതിനകത്ത് മധുരം കൂടുതലാണ്. മധുരമുള്ള ഏത് സാധനം കഴിച്ചാലും അവരുടെ രക്തത്തിലെ പഞ്ചസാര ക്രമാതീതമായിട്ട് ഉയരും. അപ്പോൾ അവരുടെ ഡയബറ്റീസ് കൺട്രോൾ ഔട്ടായി പോകും തുടങ്ങിയ വിചാരങ്ങളാണ് പല പ്രമേഹ രോഗികളെയും പഴം കഴിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. പ്രമേഹ രോഗികൾക്ക് പഴം കഴിക്കണം എന്ന് തന്നെയാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് 150 ഗ്രാം പഴങ്ങളെങ്കിലും ഒരു പ്രമേഹ രോഗി ഒരു ദിവസം കഴിക്കണമത്രേ. കാരണം ഈ ഫ്രൂട്ട്സ് അല്ലെ പഴങ്ങള് പോഷകങ്ങളാൽ സമൃദ്ധമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അതിനകത്ത് ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, ധാതുക്കളുണ്ട്, അതിനകത്ത് നാരുകളുണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട്. ഇങ്ങനെ ധാരാളം പോഷകങ്ങൾ ഉള്ള ഒരു പദാർത്ഥമാണ് ഈ പഴവർഗ്ഗങ്ങൾ. അപ്പോൾ ഈ പഴങ്ങൾ കഴിച്ചില്ലെങ്കിൽ പ്രമേഹ രോഗികൾക്ക് ഇവയൊന്നും കിട്ടാതെ വരും. അതുകൊണ്ടാണ് പ്രമേഹ രോഗികൾ മിതമായ അളവിൽ പഴങ്ങൾ കഴിക്കണം എന്ന് പറയുന്നത്. ചില പഴങ്ങൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു എന്ന് പോലും ചില ഗവേഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. അതായത് ഈ പ്രമേഹ രോഗികൾക്ക് മാമ്പഴവും അതുപോലെ തന്നെ ചക്കപ്പഴവും കഴിക്കാമോ എന്നതിനെ പറ്റി ഒരു ചെറിയ ചർച്ചയാവാം. അതായത് പ്രമേഹ രോഗികൾക്ക് മാമ്പഴം കഴിക്കാം എന്നാണ്, മിതമായ അളവിൽ കഴിക്കാം എന്നാണ് പുതിയ കണ്ടെത്തൽ. അമേരിക്കയിൽ ഈയിടയിൽ നടത്തിയ ഒരു പഠനം ഇത് വ്യക്തമാക്കുകയാണ് ചെയ്തത്. അതായത് പ്രീ ഡയബറ്റീസ് ഉള്ള കുറച്ച് ആൾക്കാരെ അവർ 2ആയിട്ട് തിരിച്ചു. ആദ്യത്തെ ഗ്രൂപ്പിലുള്ളവർക്ക് മാമ്പഴം അവർ കഴിക്കാൻ കൊടുത്തു. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളവർക്ക് കുറച്ച് നാളത്തേന് ലോ ഷുഗർ ഉള്ള മറ്റു ഭക്ഷണ സാധനങ്ങൾ കൊടുത്തു. പക്ഷേ അതിൻ്റെ പഠനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഈ മാമ്പഴം കഴിച്ചവർക്കാണ് ഡയബറ്റീസിനെ നല്ലപോലെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാമ്പഴം നമ്മൾ കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ മാമ്പഴം ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ കാര്യം എടുക്കുമ്പോഴും ഏതാണ്ട് ഇതുപോലെയാണ്. പക്ഷെ അപ്പോൾ പൊതുവായിട്ട് പഴങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു 4-5 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം അതിനെപ്പറ്റി. ഒന്ന്, മധുരം കൂടിയ പഴങ്ങൾ അധികം കഴിക്കരുത്. നമ്മൾ മധുരം കൂടുന്തോറും നമുക്കറിയാം അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് അന്നജത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അന്നജം നമ്മുടെ ശരീരത്തിൽ ചെല്ലും. അപ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാര അതനുസരിച്ച് ഉയരുവാനും സാധ്യതയുണ്ട്. അപ്പോൾ മധുരം കൂടുതലുള്ളത് കുറയ്ക്കുക. രണ്ടാമതായിട്ട്, കൂടുതൽ പഴുക്കാത്ത പഴങ്ങൾ നമ്മൾ കഴിക്കണം. നമ്മൾ ബനാന എടുക്കുകയാണെങ്കിൽ നമ്മൾ ബനാന ഒക്കെ ചനയ്ക്കുമ്പോഴേ അല്ലെങ്കിൽ അതിൻ്റെ നിറം മാറുമ്പോഴേ കഴിക്കുന്നതാണ് നല്ലത്. പഴുത്തുപോയ ബനാന വരുമ്പോഴത്തേന് അത് കൂടുതൽ മധുരമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളെ പഴങ്ങളുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് നോക്കണം. ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ
അതെന്താണ് എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിനെപ്പറ്റി തന്നെ നേരത്തെ നമ്മൾ പല സന്ദർഭങ്ങളിലും പല വീഡിയോകളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്കിലും എന്താണ് എന്ന് പലർക്കും ഇപ്പോഴും അറിഞ്ഞുകൂടാ. അപ്പോൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ് അല്ലെ അന്നജം എത്ര വേഗത്തിലാണ് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയായിട്ട് മാറുന്നത് എന്ന് കാണിക്കുന്ന ഒരു സൂചികയാണ്. അത് വെറും ഒരു നമ്പറാണ്. അതായത് നമ്പർ 0-ൽ തുടങ്ങി 100-ൽ അവസാനിക്കും, 100-ൽ അവസാനിക്കും. ഈ 100 എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആണ്. അപ്പോൾ അതിൽ കുറവാണ് ബാക്കിയുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും. അപ്പോൾ 0 ആയിട്ട് ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ 2, 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 70-ൽ കൂടുതൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ളതിനെ ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നു. 55-ൽ താഴെയാണെങ്കിൽ അത് ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആണ്. 56 മുതൽ 69 വരെ മീഡിയം ലെവലിലുള്ള ഗ്ലൈസെമിക് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഡയബറ്റിക് രോഗികൾ പഴങ്ങളോ അല്ലെങ്കിൽ മറ്റു ഭക്ഷണങ്ങളോ കഴിക്കുമ്പോൾ എപ്പോഴും ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ഏറ്റവും 0 ആയിട്ട് ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ചില ഭക്ഷണ സാധനങ്ങളുണ്ട്, അല്ലെ പഴങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സ് ആണ്. അതായത് നാരങ്ങ ഉൾപ്പെടെയുള്ള സിട്രസ് ഫ്രൂട്ട്സിനകത്ത് ഗ്ലൈസെമിക് ഇൻഡെക്സ് 0 ആണ്. മറ്റ് ചില പഴങ്ങളിലും ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. ഉദാഹരണം ചെറീസ് ആൻഡ് ബെറീസ്, സ്ട്രോബെറീസ്, ഇങ്ങനെയുള്ളവരുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഏതാണ്ട് 20 മുതൽ 25 വരെയാണ്. ഞാൻ പറഞ്ഞു, പഴങ്ങൾ കൂടുതൽ പഴുക്കുമ്പോൾ അതിന് കൂടുതൽ മധുരം വരുന്നു, അതിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സിൽ മാറ്റം വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബനാന നമുക്കിന്ന് എടുക്കാം. ബനാനയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബനാനയും നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു പഴവർഗ്ഗമാണ്. ഈ ബനാനയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് അത് പഴുക്കുന്നതനുസരിച്ച് അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടിക്കൊണ്ടിരിക്കും. അത് സാധാരണ ബനാന, പച്ച ബനാന അല്ലെ ഗ്രീൻ കളറിലുള്ള ബനാനന് 42 അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ്. പക്ഷേ അത് പഴുത്ത് യെല്ലോ ആയി കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് 62 ആകുന്നുണ്ട്. കൂടുതൽ പഴുക്കുന്തോറും അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടും എന്നാണ് ഇത് കാണിക്കുന്നത്. മാമ്പഴത്തിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് 51 മുതൽ 56 വരെയാണ്. അതേസമയത്ത് ജാക്ക് ഫ്രൂട്ടിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് 50 മുതൽ 60 വരെയാണ്. അപ്പോൾ ജാക്ക് ഫ്രൂട്ട് ആണെങ്കിലും കൂടുതൽ പഴുത്തു കഴിയുമ്പോൾ അതിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഏതാണ്ട് 75 വരെ വരുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പ്രമേഹ രോഗി 1, 2 പഴുത്ത വരിക്ക ചക്കപ്പഴം കഴിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ അതിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് 70 ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില പഴങ്ങൾക്ക് ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കൂടുതലുണ്ട്, ചില പഴങ്ങൾക്ക് ഗ്ലൈസെമിക് ഇൻഡെക്സ് അല്പം കുറവാണ്, അല്ലെ മീഡിയം ആണ് എന്നൊക്കെ സൂചിപ്പിച്ചു. കൂടുതൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള മാമ്പഴം അല്ലെ ചക്കപ്പഴം ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നാരുകൾ ധാരാളമുണ്ട്. നമ്മൾ ഒരു ഐസ്ക്രീം കഴിക്കുന്നു എന്ന് വിചാരിക്കുക. ആ ഐസ്ക്രീം കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നുണ്ട്. അതേ സമയത്ത് ഈ ചക്കപ്പഴം, മാങ്ങാപ്പഴം അല്ലെങ്കിൽ മറ്റു ഫ്രൂട്ട്സിനകത്തൊക്കെ മധുരമുണ്ട് എങ്കിലും അതിൻ്റെ മധുരം നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ പെട്ടെന്ന് ഉയർത്തുന്നില്ല എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മിതമായ അളവിൽ മാമ്പഴവും അല്ലെങ്കിൽ ചക്കപ്പഴവും നമുക്ക് കഴിക്കാം എന്ന് ഗവേഷകർ പറയുന്നത്. കാരണം ഈ പഴങ്ങളിലൊക്കെ നാരുകളുണ്ട്. ഏത് ഭക്ഷണ പദാർത്ഥത്തിനാണേലും നാരുകളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ദഹിക്കുകയില്ല, കാർബോഹൈഡ്രേറ്റ് പെട്ടെന്ന് ദഹിക്കുകയില്ല, പെട്ടെന്ന് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ ഉയർത്തുകയില്ല. നമ്മുടെ ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള മറ്റു സാധനങ്ങൾ, ഉദാഹരണമായിട്ട് നമ്മുടെ പഞ്ചസാര ഉപയോഗിക്കുന്നു, പഞ്ചസാര ഇട്ട് ഒരു ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഐസ്ക്രീം കഴിക്കുന്നു, അപ്പോൾ അത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ പെട്ടെന്ന് ഉയർത്തുന്നു. അങ്ങനെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവല് പെട്ടെന്ന് ഉയരുന്നതും സാവധാനം ഉയരുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നമ്മളൊരു ട്രാഫിക് ഐലൻഡിൽ ചെല്ലുന്നു, അവിടെ ഒരു പോലീസുകാരനുണ്ടെന്ന് വിചാരിക്കുക അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി. അപ്പോൾ 4 വശത്തുനിന്ന് ധാരാളം വണ്ടികൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ പോലീസുകാരൻ ആകപ്പാടെ ഒരു വെപ്രാളമാണ്, അതിനെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. അതായത് കൂടുതൽ ഗ്ലൂക്കോസ് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ നമ്മുടെ ശരീരത്തിന് അതിനെ നിയന്ത്രിച്ച് നിർത്തണമെങ്കിൽ ഉടനെ ബീറ്റാ കോശങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൂടുതൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കണം. അപ്പോൾ ശരീരത്തിനൊരു സ്ട്രെസ്സാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള പഴങ്ങൾ കുറച്ച് മിതമായിട്ട് കഴിച്ചാലും കുഴപ്പമില്ല. കാരണം അതിനകത്ത് നാരുകൾ ഉള്ളത് കൊണ്ട് അത് പെട്ടെന്ന് ദഹിക്കുന്നില്ല, പെട്ടെന്ന് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ ഉയർത്തുന്നില്ല. അത് സാവകാശം കുറച്ചൊരു സമയമെടുത്ത് സ്റ്റഡി ആയിട്ട് മാത്രമേ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ ഉയർത്തുകയുള്ളൂ. പിന്നെ പഴങ്ങൾ കഴിക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ രൂപവും ഭാവവും നമ്മൾ നോക്കണം. അതായത് പഴങ്ങൾ കഴിക്കുമ്പോൾ അത് അതിൻ്റെതായ രൂപത്തിൽ കഴിക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ മാംഗോ പഴം നമ്മൾ കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് നമ്മളിവിടെ പറഞ്ഞു.
പക്ഷേ അത് മാങ്ങാപ്പഴം നമ്മൾ ജ്യൂസ് ആക്കുമ്പോഴോ അല്ലെങ്കിൽ അത് അതിന്റെ പൾപ്പ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മാങ്ങാപ്പഴം നമ്മൾ മറ്റേ ഐസ്ക്രീമിന്റെ കൂടെയോ മിൽക്ക് ഷേക്ക് ആയിട്ടോ ഒക്കെ കഴിക്കുമ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെയധികം കൂടും. അതായത് പഴങ്ങൾ എടുക്കുമ്പോൾ അതിനകത്ത് നാരുകൾ ധാരാളമുണ്ട്. നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് എടുക്കുമ്പോൾ നാരുകൾ കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടുന്നത്. പഴങ്ങളുടെ ഭാവം നോക്കണം എന്ന് പറഞ്ഞു. അതായത് പഴങ്ങൾ നമുക്ക് കഴിക്കാം, സാധാരണ പഴങ്ങൾ അതിന്റെ അതേ രൂപത്തില്. പക്ഷെ പഴം നമ്മൾ ട്രൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഉദാഹരണം ഡേറ്റ്സ്, അതൊരു ഡ്രൈ ഫ്രൂട്ടാണ്. ഡ്രൈ അല്ലാത്ത ഡേറ്റ്സ് കഴിക്കുന്നതും ഡ്രൈ ഫ്രൂട്ടായ ഡേറ്റ്സ് കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനകത്തെ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കണ്ടൻസ് ആണ്, അതിനകത്തെ വാട്ടർ ഇത് റിമൂവ് ചെയ്യുന്നു, അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് അന്നേരം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഡേറ്റ്സ് കഴിക്കാമോ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അവർക്കും ഡേറ്റ്സ് വേണമെങ്കിൽ കഴിക്കാം. 1-2 എണ്ണത്തിൽ കൂടുതൽ ഡേറ്റ്സ് അവർ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ പഴങ്ങൾ കഴിക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. അതായത് പഴങ്ങൾ എപ്പോൾ കഴിക്കണം എന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ സാധാരണ വെറും വയറ്റിൽ നമ്മൾ പഴങ്ങൾ കഴിക്കുകയാണെങ്കിൽ, ഇൻക്ലൂഡിങ് മാങ്ങാപ്പഴമോ അല്ലെ ജാക്ക് ഫ്രൂട്ടോ കഴിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയെ പെട്ടെന്ന് ഉയർത്താൻ ഒരു സാധ്യതയുണ്ട്. കാരണം മറ്റു ഭക്ഷണങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ശരിക്കും പഴങ്ങൾ കഴിക്കേണ്ടത് മറ്റു ഭക്ഷണത്തിനോടൊപ്പം വേണം എന്നാണ് ഇപ്പോൾ പോഷക വിദഗ്ധർ പറയുന്നത്, പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ. കാരണം മറ്റു ഭക്ഷണത്തിനോടൊപ്പം കഴിക്കുമ്പോൾ ആ മറ്റു ഭക്ഷണത്തിലുള്ള നാരുകളും മറ്റും പഴത്തിലുള്ള കാർബോഹൈഡ്രേറ്റിന്റെ ആഗിരണത്തെ അത് തടസ്സപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ നീട്ടിവെക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് ഉയരുകയില്ല. അപ്പൊ പഴങ്ങൾ ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഏത് പഴമാണേലും നമ്മൾ അതിന്റെ പോർഷൻ സൈസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് അളവ് എപ്പോഴും നോക്കേണ്ടിയിരിക്കുന്നു. പ്രമേഹ രോഗികളെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. മറ്റുള്ളവർക്ക് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ പ്രമേഹ രോഗികൾ എപ്പോഴും അതിന്റെ പോർഷൻ സൈസ് നോക്കണം. അത് ചെറിയ അളവിലെ പ്രമേഹ രോഗികൾക്ക് പ്രത്യേകിച്ച് മധുരമുള്ള ചക്കപ്പഴവും അല്ലെങ്കിൽ മാങ്ങാപ്പഴവും കഴിക്കാൻ പാടുള്ളൂ. പിന്നെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ചില പഴങ്ങളുടെ ലിസ്റ്റ് കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ആപ്പിൾ അവർക്ക് കഴിക്കാം. അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്, മധുരം കുറവാണ്. ഓറഞ്ചിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു, അത് സിട്രസ് ഫ്രൂട്ട്സിനകത്ത് വരുന്നതാണ്. അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 0 ആണ്. അപ്പോൾ ഒരു ദിവസം ഒരു ഓറഞ്ച് നമുക്ക് പ്രമേഹ രോഗികൾക്ക് തീർച്ചയായിട്ടും കഴിക്കണം. പിന്നെ ചെറീസ് ആൻഡ് ബെറീസ് ആണ്, അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 20-25 താഴെയാണ്. അപ്പോൾ അതും നമുക്ക് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഒന്നാണ്. പിന്നെ നമുക്ക് പേരയ്ക്ക, ചനച്ച പേരയ്ക്ക കഴിക്കാം. അതായത് പഴുക്കുന്നതിന് മുമ്പുള്ള ഓമയ്ക്ക വേണമെങ്കിൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാം. പിന്നെ കിവി കഴിക്കാം, ആപ്രിക്കോട്ട് എന്ന പഴവർഗ്ഗം കഴിക്കാം. ഇങ്ങനെ പല പഴവർഗ്ഗങ്ങളും പ്രമേഹ രോഗികൾക്ക് കഴിക്കാം. ഗ്രേപ്സിന്റെയും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്, അതും മിതമായ അളവിൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാം. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് മാങ്ങാപ്പഴം കഴിക്കാമോ, ചക്കപ്പഴം കഴിക്കാമോ, മറ്റുള്ള പഴങ്ങൾ കഴിക്കാവോ, അല്ലെ പഴങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് നമ്മൾ എങ്ങനെയാണ് അറിഞ്ഞിരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം കിട്ടട്ടെ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.